വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടിയാരയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് മെത്തേഡിലാണ് ഇന്ന് ഈ ടിയാര ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ മെയിനായിട്ട് വേണ്ടത് ഗ്രീൻ ടേപ്പ് വേണം, അതുപോലെ തന്നെ ഫ്ലവർ മേക്കിംഗ് കമ്പി ഉണ്ട്, അതുപോലെ തന്നെ B7000 ഗ്ലൂ ഗൺ, പിന്നെ ഫോം ഫ്ലവേഴ്സ്, പിന്നെ സിൽവർ കളറിലെ പോളൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിൽവർ കളറിലെ പോളൻസിന് പകരം നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫോം ഫ്ലവറും നിങ്ങൾക്ക് ഏത് കളറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ രണ്ട് ഫ്ലവർ മേക്കിംഗ് കമ്പിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനെ നല്ലപോലെ സ്ട്രൈറ്റ് ആക്കി വെച്ചതിന് ശേഷം ഇതുപോലെ അറ്റത്ത് കമ്പിയുടെ അറ്റത്ത് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്രീൻ ടേപ്പ് വെച്ച് ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിയെടുക്കാം. അതായത് ആ ഒരു ഗോൾഡൻ കാണാത്ത വിധത്തിൽ ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഇതൊരു ടാസ്ക് ആണ് കേട്ടോ, നല്ല പോലെ ചുറ്റിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇച്ചിരിയൊക്കെ ഗോൾഡൻ കണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആ ഒരു കമ്പി ഫുള്ളായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ രണ്ട് കമ്പിയും ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. ആകെ ഇതിൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ടേപ്പ് ഈ ഒരു കമ്പിയിൽ ചുറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് രണ്ടും ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഗോൾഡൻ കാണും, അത് കാര്യമാക്കണ്ട. എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് കമ്പിയും കൂടിയും ഒരുമിച്ച് വെച്ചിട്ട് അറ്റ ഭാഗം ഇതുപോലെ നല്ലപോലെ പിരിച്ചു കൊടുത്തിട്ട് രണ്ടിൻ്റെയും കൂടി അറ്റ ഭാഗം പിരിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഇതുപോലെ രണ്ടും കൂടി ഒന്ന് പിരിച്ച് കുറച്ചൊന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളൊരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് പോലെ ഒന്നൊന്ന് പിരിച്ചു കൊടുക്കാം. ഒരു വിരലിടാൻ പറ്റുന്ന ഒരു ഹോൾ ഉണ്ടാവില്ലേ, ആ ഒരു ഷേപ്പിലാക്കി നമ്മൾ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. എന്നിട്ട് പിന്നെ വീണ്ടും നമ്മൾ രണ്ട് കമ്പി കൂടി കൂട്ടി പിരിച്ചു കൊടുക്കുക, പിന്നെ ഹോളിട്ട് കൊടുക്കുക, പിന്നെ കൂട്ടി പിരിച്ചു കൊടുക്കുക, അങ്ങനെ പോവാം. ഇപ്പോൾ ഞാൻ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ഇതുപോലെ നമ്മൾ എൻഡിങ് ഭാഗം വരെയും ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കമ്പിയുടെ ലെങ്ത് കൂടുതലാണ്, നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണ് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പിയുടെ ലെങ്ത് നമുക്ക് പകുതി വെച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളുടെ ലെങ്ത് അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെറിയ ലൂപ്പിട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മൾ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് അഡൽട്ടിൻ്റെ ഒക്കെ ഒരു സൈസിലെ ക്രൗൺ ആണ്. കിഡ്സിനാവുമ്പോൾ നമുക്ക് ഇത്രയും ഈ ഒരു കമ്പി മൊത്തത്തിൽ എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ചെറിയൊരു സൈസിൽ നമുക്ക് കമ്പി കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഇതുപോലത്തെ ഫോം ഫ്ലവർ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ഈ ഓരോ ലൂപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, ഓരോ റൗണ്ട് അതിലിങ്ങനെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് B7000 ആണ് യൂസ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിച്ച് വരും. പിന്നെ നമ്മൾ ഇതിൻ്റെ ആ ഒരു കമ്പിയുടെ മുകളിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുത്തതിനെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒട്ടി അവിടെ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സെക്യൂർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ B7000 യൂസ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ഓരോ ഹോളിലും ഇതുപോലെ ഫ്ലവേഴ്സ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. മൊത്തത്തിൽ നമ്മളിപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കിരിക്കും. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ റൗണ്ടുള്ള ഹോളാക്കാൻ കൊടുക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, കാരണം ചിലത് വലുത് ചിലത് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ ഹോളും ഒരേ അളവിലാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് വെക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഓരോ ഫോം ഫ്ലവറിൻ്റെ ഇടയിലും ഇതുപോലെ പോളൻസ് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോളൻസിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ആ പോളൻ്റെ തന്നെ ആ ഒരു കമ്പി ഭാഗം വെച്ച് നമുക്ക് ചുറ്റും കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ നല്ല സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കമ്പി വെറുതെ ഇങ്ങനെ ചുറ്റിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. സെക്കൻഡ് മെത്തേഡിലും നമ്മൾ എടുത്തിരിക്കുന്നത് ഫോം ഫ്ലവർ ആണ്, യെല്ലോ കളറിലാണ്. പിന്നെ രണ്ട് ഫ്ലവർ മേക്കിംഗ് കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈസിലെ ബീഡ്സ്, അതായത് 8mm സൈസിലെയും 3mm സൈസിലെയും ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് കമ്പിയും കൂടി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരേപോലെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ലൂപ്പിട്ട് കൊടുക്കുക. ഇതിൽ ഞാൻ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടില്ല, മറ്റേതിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുണ്ട്, അതാണ് വ്യത്യാസം. എന്നിട്ട് നമ്മൾ രണ്ട് കമ്പിയുടെ ഇടയിൽ കൂടെയും ഒരു 8mm സൈസിലെ ബീഡിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഒരു ലൂപ്പ് ഉണ്ടാക്കി അതിങ്ങനെ ഒരു ഹോളിലേക്ക് ആ ബീഡിൻ്റെ ഹോളിലേക്ക് ഇരിക്കുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ ആ ബീഡ് ഇളകി കളിക്കാണ്ടിരിക്കാനായിട്ട് രണ്ട് കമ്പിയും കൂടിയും ചേർത്ത് നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഒരു രണ്ട് പിരിക്കൽ ഇങ്ങനെ പിരിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓരോ കമ്പിയുടെ എൻഡിങ്ങിൽ കൂടെയും 4 3mm സൈസിലെ ബീഡ്സ് വെച്ച് ഇട്ട് കൊടുക്കുക.
രണ്ട് സൈഡിലും നമ്മൾ 3mm സൈസിലെ ബീഡ്സ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടെണ്ണവും നമ്മളിതുപോലെ ഒരേപോലെ എൻഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റാക്കി പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിന് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ 2 കമ്പി കൂടെ ഇടയിൽ കൂടെയും നമ്മൾ എന്ത് ഇട്ട് കൊടുക്കാം, ഇതുപോലെ 8mm സൈസിൽ ബീഡിട്ട് കൊടുക്കുക. എന്നിട്ട് പിരിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇങ്ങനെ കുറച്ചിങ്ങനെ പിരിച്ച് കൊടുത്തപ്പോൾ എനിക്കതിങ്ങനെ ഭയങ്കര കൂടുതലായി തോന്നിട്ടോ. പിന്നീട് ഞാനതിനെ അഴിച്ച് ശരിയാക്കുന്നത്, കാരണം നമ്മുടെ ആ ബീഡ് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്നുകൂടി അഴിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ. കാരണം ബീഡിന് ഓടി കളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ലൂപ്പ് ഇടുന്നതിന് മുമ്പ് 2 പ്രാവശ്യം നമ്മൾ ആ ബീഡിട്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടാണ് വീണ്ടും ഞാൻ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ മെത്തേഡിൽ ചെയ്ത പോലെ ഇങ്ങനെ ഒരു ലൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ലൂപ്പ് ഇട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യം ഒന്ന് പിരിച്ച് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 കമ്പിയുടെ ഉള്ളിൽ കൂടെയും 8mm സൈസിലെ ബീഡിട്ട് കൊടുത്തു. പിന്നെ ഇനി നമ്മളുടെ റിപ്പീറ്റേഷൻ ആണ്. ഈ ചെയ്ത് നമ്മളിപ്പോൾ ഇതുവരെയും ചെയ്ത ഈ ഒരു മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ബീഡിട്ട് കൊടുക്കുക, പിന്നെ 2 സൈഡിൽ കൂടെയും 4 ബീഡിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പിരിച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, 2 കമ്പിയുടെ ഉള്ളിൽ കൂടെയും 8mm സൈസിലെ ബീഡിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് പിരിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലവർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു ലൂപ്പ് ഇട്ട് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് തന്നെ നമുക്ക് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ എത്ര ലെങ്ത്താണോ വേണ്ടതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവസാനം ഇതുപോലെ ഒരു ലൂപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെ ആയിരിക്കണം എന്തെങ്കിലും നിർത്തേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയും ഇതുപോലെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇവിടെ നമുക്ക് നമ്മളുടെ B7000 ഗ്ലൂ ഗണ്ണോ യൂസ് ചെയ്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഹോളിൽ കൂടെയും ഇതുപോലെ നമുക്ക് റിബൺ ഇട്ട് കൊടുക്കാം. റിബൺ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ടിയാറൊക്കെ കെട്ടി വെക്കാനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫുൾ റൗണ്ടായിട്ടും എടുക്കാം, ജോയിൻ ചെയ്തെടുത്തിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കെട്ടി വെക്കുന്ന രീതിയിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ റിബൺ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് രണ്ടിൻ്റെയും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം നല്ലപോലെ വീഡിയോ ശ്രദ്ധിച്ച് കാണാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഇല്ലാണ്ട് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. നമ്മളുടെ ഒരു വ്യൂവർ നമുക്കിത് കമൻറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും ആ ഒരു വീഡിയോ പോയി കാണുക. ആ ഒരു വീഡിയോ അല്ല, വീഡിയോസൊക്കെ പോയി കാണുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തിടുക. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറക്കാണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.